ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും നല്ല ഉന്മേഷത്തോടെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങിയാൽ ആ ദിവസം മുഴുവൻ എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അപ്പോൾ എന്നും എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. രാവിലെ എണീറ്റ് കുളിച്ച് ദൈവത്തെ തൊഴുതിട്ടേ ഞാൻ വേറെ എന്ത് കാര്യത്തിലേക്കും പോകാറുള്ളൂ. എന്ത് കാര്യം ജീവിതത്തിൽ നേടണമെങ്കിലും താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ചൊല്ലും. ഇനി എൻ്റെ PSC പഠനത്തെക്കുറിച്ച് പറയാം. എനിക്ക് ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ഫേസാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മാസം 25-ാം തീയതി അത് നടക്കാൻ പോവുകയാണ്. അതിനുള്ള പഠിത്തത്തിനാണിപ്പോൾ. പിന്നെ LDC ട്രിവാൻഡ്രം ഓപ്റ്റ് ചെയ്തത് കൊണ്ട് ജൂലൈയിൽ അതും നടക്കാൻ പോകുന്നു. അതുപോലെ എനിക്ക് ഖാദി ബോർഡ് മെയിൻസിൻ്റെ എക്സാം ഉണ്ട്, ലാബ് അറ്റൻഡർ എക്സാം ഉണ്ട്. എല്ലാം കൂടെ ജൂലൈയിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ LDC നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ട്രിവാൻഡ്രം ഓപ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് ട്രിവാൻഡ്രം, എറണാകുളം, മലപ്പുറത്താണല്ലോ. അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പഠിപ്പികളും കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വരുന്നത്. അതുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ ചെന്ന് എക്സാം എഴുതണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. പക്ഷേ ലാസ്റ്റ് ഡേറ്റിന് തൊട്ട് മുന്നേ ഞാൻ എൻ്റെ ജില്ലയായ തിരുവനന്തപുരം തന്നെയാണ് സെലക്ട് ചെയ്തത്. എനിക്കറിയാം ആദ്യം എക്സാം വരുന്നതും ട്രിവാൻഡ്രം തന്നെയായിരിക്കും. ചിലപ്പോഴൊക്കെ വിചാരിക്കും ആദ്യം എക്സാം കിട്ടുന്നത് എന്ത് കഷ്ടമാണ്. പിന്നെ എഴുതുന്നവർക്ക് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിച്ചാൽ തന്നെ അവർക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ, എന്തിനാണ് ആദ്യം എക്സാം എഴുതുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വിചാരിക്കും എത്രയും വേഗം പഠിച്ച് എത്രയും വേഗം എക്സാം ക്ലിയർ ചെയ്താൽ പിന്നെ കുറച്ച് ദിവസം കൂടെ പഠിച്ചാൽ മതിയാവുമല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ സമാധാനപ്പെടുത്താറുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എനിക്ക് എൻ്റെ ജില്ല വിട്ട് വേറൊരു ജില്ലയിലേക്ക് പോകുന്നതിൽ വലിയ ഇഷ്ടമൊന്നുമില്ല. അതാണ് പിന്നെ സ്വന്തം ജില്ല തന്നെ ഓപ്റ്റ് ചെയ്യാനുള്ള കാര്യവും. പിന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയാം. ഞാൻ ഒരു വലിയ ഉഴപ്പിയാണ് കേട്ടോ. ഞാൻ ഒരു പഠിപ്പിസ്റ്റോ ഒരു ഭുജിയോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ പക്ഷേ PSC പഠിക്കാൻ വലിയ ആഗ്രഹമാണ്. ഇഷ്ടപ്പെട്ട് തുടങ്ങിയതല്ല PSC, ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണെന്ന് പറയാം. വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടി തുടങ്ങിയതാണെന്നും പറയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് PSC വളരെ ഇഷ്ടമാണ്. അതുപോലെ വീട്ടുകാരാണ് ഇപ്പോൾ പറയുന്നത് എന്തിനാ PSC നോക്കുന്നത്. പക്ഷേ എനിക്ക് PSC ഇപ്പോൾ പഠിക്കുന്നത് വളരെ ഇഷ്ടമാണ്. PSC പഠിക്കാൻ തുടങ്ങിയ സമയത്ത് നാട്ടുകാരിൽ ചിലർ ചോദിക്കുമായിരുന്നു, ഒരു ലിസ്റ്റിൽ ഇതുവരെ പേര് വന്നില്ലേ എന്ന്. അപ്പോൾ എൻ്റെ ഒരു എയിമായിരുന്നു കുറേ PSC ലിസ്റ്റിൽ പേര് വരണം എന്നത്. ഒരു ജോലി വാങ്ങണം എന്നതായിരുന്നില്ല ലക്ഷ്യം, PSC ലിസ്റ്റിൽ പേര് വരണം എന്നതായിരുന്നു. അതുകൊണ്ട് അപ്പോൾ PSC ലിസ്റ്റിൽ പേര് വരാൻ വേണ്ടി പഠിച്ചു. അതുപോലെ കുറേ PSC ലിസ്റ്റിൽ പേര് വന്നു. ഇപ്പോൾ പിന്നെ അതേ നാട്ടുകാർ ചോദിക്കുന്നത് എന്താ, ഇതുവരെയും ജോലിയായില്ലേ എന്നാണ്. എന്നിട്ട് പറയും, നിനക്ക് PSC ജോലി കിട്ടേണ്ട ഭാഗ്യമില്ലായിരിക്കും, എന്താ തലവര കാണത്തില്ല, ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നാറുണ്ട് കേട്ടോ. ഒരു ഭാഗ്യമില്ല. ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില PSC എക്സാമിന് പണ്ടൊക്കെ ചെന്ന് കാണിക്കുന്ന ഒരു പൊട്ടത്തരാണേ. ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 100 ക്വസ്റ്റ്യൻ പോലും ഓപ്റ്റ് ചെയ്യാതെ പിങ്കി പോങ്കി വരെ കളിച്ചിട്ട് എക്സാം ബബിൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭാഗ്യമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പൊട്ടത്തരങ്ങളാണ് അങ്ങനെയൊക്കെ. ചില ചെറിയ ലോട്ടറി ടിക്കറ്റൊക്കെ അടിച്ചതിൻ്റെ കോൺഫിഡൻസിലാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയത്. ഞാൻ മനസ്സിലാക്കിയ സത്യം എന്തെന്ന് വെച്ചാൽ, ഒരിക്കലും ഭാഗ്യത്തിന് ഇതിൽ ഒരു പങ്കുമില്ല. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ, എത്രത്തോളം ഇതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ഈ പഠനത്തിലേക്ക് ആഴ്ന്നിറങ്ങി പഠിക്കുന്നോ, അത്രത്തോളം നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. അല്ലാതെ ഒരു ഭാഗ്യമോ തലവരയോ ഒന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് PSC പഠിക്കുന്നതെന്ന്, ഏത് ടൈം ടേബിൾ ഇട്ടാണോ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേ, രാവിലെ എണീറ്റതോടൻ ഞാൻ ടു ഡു ലിസ്റ്റ് ഇടും. മിക്ക ദിവസവും ഫ്ലോപ്പായിരിക്കും, എങ്കിലും ഒന്നും പ്ലാൻ ചെയ്യാത്തതിനെക്കാട്ടിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും ടു ഡു ലിസ്റ്റ് ഇടുന്ന ദിവസങ്ങളിൽ. പിന്നെ മെയിനായിട്ട് കിട്ടുന്ന സമയത്തെല്ലാം പഠിക്കാൻ നോക്കും കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വീക്ക്നെസ് ഉള്ളത് ഫോൺ ഉപയോഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കയ്യെത്തുന്ന ദൂരത്തിലൊന്നും ഫോൺ വെച്ചിട്ടില്ല.
എല്ലാ നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പഠിക്കാനായിട്ടുള്ള ബുക്ക് എൻ്റെ റൂമിലൊന്ന് കീപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കിച്ചണിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വരെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തു നിന്ന് വരുന്ന ഒരാൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ കാണുന്നത് എല്ലാ റൂമിലും ഒരു ബുക്ക്, PSC ബുക്ക് എവിടെയെങ്കിലുമൊക്കെ കാണും. കാരണം ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് ചെന്നിരിക്കുമ്പോൾ എൻ്റെ കണ്ണതിൽ പതിയണം, എങ്കിലേ ഞാനത് എടുത്തു വെച്ച് നോക്കത്തുള്ളൂ. അതുപോലെ ഈ ചാനൽ തുടങ്ങിയത് കൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റാണ് PSC പഠിക്കാൻ വലിയ ആഗ്രഹമുള്ള 5 സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവരുടെ കൂടെയാണ് എൻ്റെ പഠനം നടക്കുന്നത്. നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് പഠനം. അപ്പോൾ അതിൽ പഠിപ്പിസ്റ്റുണ്ട്, ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ ഡെയിലി ടെസ്റ്റൊക്കെ നമ്മൾ പരസ്പരം ഇട്ട് നോക്കാറുണ്ട് കേട്ടോ, നമ്മുടെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഡെയിലി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മടി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അതുപോലെ ഹാപ്പി ലേണിംഗ്.